നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആയാറാം ഗയാറാം ഈ പ്രയോഗം വന്നത് 1967 ഹരിയാന നിയമസഭയിലേക്ക് സ്വതന്ത്രനായി ജയിച്ച ഗയാലാൽ 24 മണിക്കൂറിനിടെ 3 തവണയാണ് പാർട്ടി മാറിയത്. ഒടുവിൽ ഗയാലാലിനെ തിരിച്ചെത്തിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന റാവു ബിരേന്ദ്ര സിംഗ് ആണ് ഈ പ്രയോഗം നടത്തിയത്. ഗയാലാൽ തിരിച്ചു വന്നതിനെ ഉദ്ദേശിച്ച് ഗയാറാം ഇപ്പോൾ ആയാറാം ആയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് പതിവാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ചിലപ്പോൾ ജയിക്കുകയും ഒക്കെ ചെയ്യും. BJPയുടെയൊക്കെ പ്രധാനപ്പെട്ട പല നേതാക്കളും മുൻ കോൺഗ്രസ്സുകാരായിരുന്നു. അതുപോലെ പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിരവധി മാറിയിട്ടുണ്ട്. അങ്ങനെ എത്രയെങ്കിലും ഉദാഹരണങ്ങൾ എടുത്തു കാട്ടാൻ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുമുണ്ട്. മുഖ്യമന്ത്രിമാരടക്കമുണ്ട് അങ്ങനെ കാണിക്കാൻ. പക്ഷേ കേരളത്തിൽ ഈ പതിവ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴത് കൂടുകയാണ്. CPMൽ നിന്നും G. സുധാകരൻ, V. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, ഐഷ പോറ്റി, S. രാജേന്ദ്രൻ, PK ശശി തുടങ്ങി നിരവധി പേർ, കോൺഗ്രസിൽ നിന്നും BS അനൂപ്, R. രശ്മി, RS അരുൺരാജ്, സാബു K. ജേക്കബ്, ബാബു ദിവാകരൻ, ബേസിൽ പോൾ, CPIയിൽ നിന്നും K. അജിത്ത്, CC മുകുന്ദൻ, ഇങ്ങനെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്നും പോയ ഇപ്പോൾ MLA-മാരാവാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായവരുടെ നിര വലുതാണ്. ഇതിൽ ചിലർക്കെങ്കിലും പറയാൻ അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം പേർക്കും പറയാൻ അങ്ങനെ കാര്യമായ കാരണങ്ങളൊന്നുമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ: എനിക്ക് സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ പാർട്ടിയിൽ പോയി. ഇങ്ങനെ ഉള്ളവരെ എങ്ങനെയാണ് ജനത്തിന് വിശ്വസിക്കാൻ കഴിയുക? കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അപാച്യുതി കൂടിയല്ലേ ഇത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നു ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളൊരു BJPക്കാരനായതുകൊണ്ട് ആ ആംഗിളിൽ തന്നെ ചോദിക്കാം. ഈ BJP സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഇതിലെ നല്ലൊരു ശതമാനം പേർ മുൻകാലങ്ങളിൽ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇങ്ങനെ മറ്റാളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് BJPയിലേക്ക് ക്ഷണിക്കുകയാണോ കേരളത്തിലെ BJP നേതാക്കൾ? നമസ്കാരം. ഈ വിഷയവും ഭാരതീയ ജനതാ പാർട്ടി പണ്ട് തന്നെ എല്ലാവരെയും അവിടുന്ന് കൂട്ടിക്കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണല്ലോ താങ്കളുടെ ചാനലിന്റെയും കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിന്റെയും കാഴ്ചപ്പാടിൽ. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. മാറാത്തത് മാറും എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം സാർ കണ്ടിനോ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെ NDA വെച്ച് മാറാത്തത് മാറും എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം സാർ കണ്ടോ? കണ്ടില്ലേ? കണ്ടിരുന്നോ? ആ മുദ്രാവാക്യം സാർ കണ്ടില്ല? ഞാൻ കണ്ടു ശ്രീ ബാലകൃഷ്ണൻ. ഇങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ എല്ലാ പാർട്ടികളും ഇറക്കില്ല, അതൊക്കെ നമ്മൾ കാണില്ലേ? ഭാരതീയ ജനതാ പാർട്ടിയെ രാഷ്ട്രീയ ഗിമ്മിക്കും തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കും ആരും പഠിപ്പിക്കേണ്ട ഞാൻ മുമ്പേ പറയാറുണ്ട്. അത് ശരിയാണ്. മാറുന്ന കുറ്റവും പർച്ചേസ് ചെയ്യുന്ന കുറ്റവും മുഴുവൻ ആർക്കായിരുന്നു? ഭാരതീയ ജനതാ പാർട്ടിക്കായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ നല്ല ഒരു പ്രസ്ഥാനത്തെ നോക്കി അതിലേക്ക് മാറുമ്പോൾ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞു വരത്തി. അത്രയേ ഉള്ളൂ. ഇപ്പം കേരളത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ് സാർ. കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഒരു മുന്നണി ഇപ്പൊ ഉണ്ടെങ്കിൽ NDA ഉള്ളൂ എന്ന് മറ്റു പല കക്ഷികളിൽ നിന്ന് വരുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് BJPയിലേക്ക് ചേക്കേറുന്നത്. പിന്നെ അസൂയുള്ള നിങ്ങൾക്ക് എന്തും പറഞ്ഞു വരത്താം. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് പറയില്ല. പിന്നെ എന്ത് മാറിയാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ അധികാരത്തിലെത്തി. അധികാരം വിട്ടവരെ ഒഴിവാക്കൂല, അധികാരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കൂല. അത് യാതൊരു സംശയവും വേണ്ട. അവരെ തന്നെ അധികാരത്തിലെത്തിക്കും. ഈ വീഴ്ച അവർ തന്നെ പേറണം. അഭിപ്രായം അങ്ങനെയാണ്. ഇത് പർച്ചേസിംഗ് അല്ല എന്നാണ് ബാലകൃഷ്ണ അഭിപ്രായം. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിരവധി പേരാണ് പാർട്ടി വിട്ട് എതിർചേരിയിൽ പോകുന്നത്. എതിർചേരിയിലെ സ്ഥാനാർത്ഥികളായി തന്നെ അവർ വരുന്നു. മുൻകാലങ്ങളിലൊന്നും CPMൽ നിന്ന്, താങ്കൾ ഒരു CPM അനുഭാവി കൂടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്, CPMൽ നിന്ന് അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എതിർചേരിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയും ആശയപരമായി വിയോജിച്ചുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് CPMൽ നിന്ന് മറുചേരിയിലേക്ക് പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമസ്കാരം കിരൺ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. അത് അവസാനം മുൻ ആള് പറഞ്ഞു ഇവിടെ പിന്നെ ഏത് സമയത്ത് മൂപ്പര് പറയുന്ന അപ്പൊ സാറും പറയും അത് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതായത്
ഞങ്ങൾ തന്നെ ഭരിക്കും എന്നുള്ളതാണ് മൂപ്പരി അഭിപ്രായം. ഏത് സമയത്തും പറയണേ. അത് അവസാനം പറഞ്ഞു. ഇനി ഞാനൊന്ന് പറഞ്ഞുതരാം. പുള്ളി BJP-കാരനാണ് എന്നത് കൂടി ഓർക്കണം. എങ്ങനെ സാർ? BJP-കാരനാണെന്ന് കൂടി ഓർക്കണം. ഓ, അത് അച്ഛനായിട്ട് ഓർക്കണ്ട്. അയാളെ ഏത് സമയത്തും അയാളെ വാക്ക് അങ്ങനെ വരല് എന്ന് വെച്ചാൽ അത് നല്ല കാര്യമാണ് മൂപ്പർ പറഞ്ഞത്. ഞാൻ അതിനെ അഭിനന്ദിക്കും. പിന്നെ വേറൊന്ന്, പിന്നെ ഞങ്ങളെ പാർട്ടിയിൽ നിന്നും വല്ലാതെ ഇപ്പൊ ആള് പോയി എന്ന് പറയുന്നത് ശരിയാണ്. മുമ്പും പോയിട്ടുണ്ട്, ഇപ്പോ അധിക പേരും പോയി. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ പലരൊക്കെ മത്സരിക്കാൻ നിൽക്കുന്നത്. നമ്മളെ സുധാകരൻ സാറ് പോയി, സഖാവ് പോയി, അദ്ദേഹം വീണ്ടും ഇതിന് വന്നിട്ടുണ്ട്. അഴിമതിയില്ലാത്ത നല്ലൊരു നേതാവും ആയിരുന്നു. അപ്പൊ എന്നാ പിന്നെ ഒരു MLA അയക്കാണ്ട് രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ വ്യാമോഹമില്ലാത്ത ആളാണ്. പാർലമെന്ററി വ്യാമോഹം തീരെയല്ല. എന്നാലും അയാൾ മന്ത്രിയും MLA ഒക്കെ ആയതാ. മറ്റു പലരും പോകുന്നത് ഏകദേശം അവർക്ക് ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോയത് മനസ്സിലാകുന്നുണ്ട്. കാരണം എനിക്ക് MLA വേണം, മന്ത്രി വേണം എന്നും പറഞ്ഞാല് അത്തരം ആൾക്കാരുണ്ട്. അവര് എന്താ ഇങ്ങനെ പോണെന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതുകൊണ്ട് ആ പോണത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാറേ. ശരി. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ഈ ഉത്തരേന്ത്യയിലൊക്കെ തലേന്ന് വരെ ഒരു പാർട്ടിയിൽ നിൽക്കുക, ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ പൊടുന്നനെ അടുത്ത എതിർ മുന്നണിയുടെ അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരിക, അതൊക്കെ അവിടെ ഒരു പതിവാണ്. അവർക്ക് അങ്ങനെ രാഷ്ട്രീയ ആശയങ്ങളൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ കേരളത്തിലും ഇപ്പോൾ ഇങ്ങനെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടുമാറുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോ അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചെറ്റത്തരങ്ങൾ കൊണ്ടാണ് അവരുടെ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ ലക്ഷം കണക്കിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് എതിരമായിട്ട് അവസാനമായി ആനടിക്കില്ല ഇത്. കോൺഗ്രസിൽ നിന്ന് മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയാം, കോൺഗ്രസിലും മാറി കഴിഞ്ഞാൽ അല്ലറ ചില്ലറ പ്രസിഡന്റുമാര്, മറ്റേ പ്രസിഡന്റുമാര്, അതൊന്നും കാര്യാക്കേണ്ട കാര്യം. കഴിഞ്ഞ തവണ മത്സരിച്ച BS അനൂപും R രശ്മിയും ഒക്കെ കോൺഗ്രസിൽ നിന്ന് മാറിയവരല്ലേ? ആയിക്കോട്ടെ, അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റുമോ? 140 ഇത് തന്നെയല്ലേ മറ്റേ പാർട്ടിക്കും ബാധകം, CPM-നും ബാധകം തന്നെയല്ലേ? 140 അതല്ല, 140 സീറ്റ് ഉണ്ട്. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? അർഹതപ്പെട്ടവർക്ക് VD സൈസം പറഞ്ഞോളാം. അത് അവിടെ നിൽക്കട്ടെ ശ്രീനിവാസൻ. എന്റെ സംശയം, ഈ CPM-ൽ നിന്ന് മാറുന്നത് പോലെയും കോൺഗ്രസിൽ നിന്ന് മാറുന്ന, അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് മാറുന്നത് മോശപ്പെട്ട അവസ്ഥയും മറ്റേ പാർട്ടിയിൽ നിന്ന് മാറുന്നത് കൊള്ളാവുന്ന അവസ്ഥയെന്ന് പറയാൻ കഴിയുമോ? എനിക്കറിയില്ല. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അല്ല, അഭിപ്രായം ഉണ്ടല്ലോ. ഇത് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത് പഴയ കാലമായിട്ട് ഉള്ള ഒരു ആകത്തിരിവിന്റെ ഒരു കാലമായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ ജനാധിപത്യത്തിൽ കൂടിക്ക് എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. സ്വന്തം പിണറായി വിജയന്റെ പോലെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എഴുതി കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളല്ല കോൺഗ്രസിന്റെ. ശരി, സന്തോഷമാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഉളുപ്പില്ലാതെ പാർട്ടി മാറുന്നതിന് യാതൊരു മടിയുമില്ലാത്ത നിരവധി നേതാക്കൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാവുന്നു. നമസ്കാരം. രാഷ്ട്രീയം തികച്ചും അവസരവാദ രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും. BJP-യും CPM-ഉം കോൺഗ്രസും ആരും മോശമല്ല. പണ്ടത്തെ തത്വശാസ്ത്രം അനുസരിച്ച് ജീവിക്കാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. 10-60 വർഷം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അവസരവാദ രാഷ്ട്രീയം കാണിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ളവർ അവസാനം കരിയാപ്പല പോലെ പുറത്തു പോകും. ഇത് ചരിത്രമാണ്. KR ഗൗരിയമ്മ, MP രാഘവൻ, അബ്ദുള്ളക്കുട്ടി, വലിയ വലിയ നേതാക്കന്മാര് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയി പാർട്ടിയിൽ നിന്ന്. എന്നിട്ടും പാർട്ടി നശിച്ചില്ല. സന്തോഷ്, MP രാഘവന്റെയും KR ഗൗരിയമ്മയുടെ കൂടെ അബ്ദുള്ളക്കുട്ടിയുടെ പേരൂടെ ഒക്കെ ചേർത്ത് പറയുന്ന ഇച്ചിരി കടന്ന കൈയായി പോകും കേട്ടോ. ഇതിപ്പോ ഇന്ന് കാണുന്ന 2026 കാണുന്നത് തികച്ചും അവസരവാദ രാഷ്ട്രീയമാണ്. ഇതിപ്പോ സാധാരണക്കാർക്ക് ഈ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ നേതാക്കന്മാർ പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ അവസരവാദ രാഷ്ട്രീയം കാണിക്കുന്നത്. അങ്ങനെയുള്ളവര് അത് താങ്കൾ പറഞ്ഞത്
CPM നിന്ന് പോയവരുടെ കാര്യത്തിലാണോ ഈ അവസരവാദം പറഞ്ഞത്? അതെ, CPM നിന്ന് പോയി കഴിഞ്ഞാലും അത് അവസരവാദം തന്നെ. കോൺഗ്രസ് കൂടി സന്തോഷോട് ചോദിച്ചോട്ടെ, അപ്പോൾ CPM നിന്ന് പോയി കഴിഞ്ഞാൽ ഈ CPM തന്നെ ഇങ്ങനെ മറുകണ്ഠം ചാടി വന്ന നിരവധി പേരെ സ്ഥാനാർത്ഥികളാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയല്ലേ CPM അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അല്ല, അത് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ കൊതിക്കറിവ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. തരം രാഷ്ട്രീയത്തോട് സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ സാർ. ശരി, സന്തോഷിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥി കിട്ടിയില്ലേ നേരെ മറുകണ്ഠം ചാടുക, അവിടെ സ്ഥാനാർത്ഥിയാവുക? അതുവരെ എത്രയോ കാലമായി പ്രവർത്തിച്ചിരുന്ന പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ആശയപരമായ എന്തെങ്കിലും ഈ മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥി കിട്ടിയ മഹാഭൂരിപക്ഷം പേർക്കും അങ്ങനെ എന്തെങ്കിലും ആശയപരമായ വിയോജിപ്പുണ്ടെന്നോ അല്ല, ചിലർക്ക് വേണേൽ ചിലപ്പോൾ അങ്ങനെ കാണാം ഈ പാർട്ടി മാറിയത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ശ്രീ ഗോപകുമാർ പറഞ്ഞോളൂ. നമസ്കാരം. ഞാന് താങ്കൾ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യത്തിനോടും ഇപ്പോ എന്നോട് ചോദിച്ച കാര്യത്തിനോടും എതിർപ്പ് അറിയിക്കുകയാണ്. MLA ആയി മത്സരിക്കാൻ BJPക്ക് ആളെ കിട്ടാണ്ട് ഞങ്ങൾ പണം കൊടുത്തിട്ട് വാങ്ങി കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പോലും അതിനെ താങ്കൾ ന്യായീകരിച്ചു. എനിക്ക് അതിനോട് അങ്ങനെ എവിടെയാണ് ഞാൻ ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും പറഞ്ഞു അങ്ങനെ പണം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാർ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ കൂടി ഇപ്പൊ ചോദിച്ചു മറ്റുള്ളവരെ പണം കൊടുത്തത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി റിവൈൻഡ് കേട്ട് നോക്കൂ. ഇല്ല, ഞാൻ പണം കൊടുത്തു എന്ന് എവിടെയും പറഞ്ഞില്ല. അല്ല, പണം അതാ ഞാൻ പറഞ്ഞ, പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ BJPക്ക് ആളെ കിട്ടാണ്ടാവുമ്പോ വേറെയുള്ള അവിടുന്ന് ആൾക്കാരെ പിടിച്ചിട്ട് അല്ല, BJPക്ക് ആളെ കിട്ടാതാവുമ്പോഴെന്നല്ല, BJPക്കാർ മറ്റു പല പാർട്ടികളിൽ നിന്നും ആളുകളെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സ്ഥാനാർത്ഥിയാക്കുകയും നേതാക്കളാക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി BJP ആണ്. അതിന് സംശയമൊന്നുമില്ല. മറ്റു പാർട്ടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയിട്ടുള്ള പാർട്ടി BJP ആണ്. അത് ഞാൻ പറഞ്ഞാണ്, ഇപ്പോഴും അത് ആവർത്തിച്ച് അങ്ങനെ തന്നെ പറയുന്നു. അത് പറഞ്ഞത് തെറ്റല്ലേ? ഞങ്ങൾ കൊണ്ടുവന്നതാണോ അത് വന്നതാണോ കൊണ്ടുവന്നതാണോ എന്നൊക്കെ കണ്ടറിയേണ്ടി വരും. പലതും കൊണ്ടുവന്നത് തന്നെയാണ്. പല MLA-മാരെ അടക്കം ഭൂരിപക്ഷമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും MLA-മാരെ അടക്കം മറുകണ്ഠം ചാടിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാണോ അവർ സ്വമേധയാ വന്നാണോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാം. പക്ഷേ BJP ചെയ്തിട്ടുണ്ട്, മറ്റു പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ചെയ്തിട്ടുള്ളത് BJP ആണ്. അല്ല, BJP കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കിരൺ ബാബുജി സമ്മതിക്കാൻ കഴിയും? ആളുകൾ സ്വമേധയാ ചാടി വരുന്നതാണോ? അല്ല, അത് പിൻവലിക്കണ്ടേ? താങ്കൾ മാത്രം സംസാരിക്കാതെ എന്റെ സംസാരം കേൾക്കാൻ. താങ്കൾ സംസാരിച്ചോളൂ. താങ്കൾ സംസാരിച്ച ശേഷം ഞാൻ മറുപടി പറയാം. പക്ഷേ ഈ ഒരു പ്രസ്താവന താങ്കൾ പറഞ്ഞാൽ തെറ്റാണെന്ന് എന്റെ ഒരു വിനയപൂർവ്വമായിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം, എന്റെ ചെറിയൊരു അഭിപ്രായം. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, താങ്കൾ പറയുന്നത് ശരിയാണെന്ന് താങ്കളുടെ ഇതില് പറയുന്നുണ്ട്. പക്ഷെ മറ്റേ ഇവിടുന്ന് വന്ന ആൾക്കാർ എന്താ പറയണത്? ഇപ്പൊ യൂത്ത് കോൺഗ്രസ് നിന്ന് 2 ദിവസം മുന്നേ 2 പേര് വന്നു, യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നു. അതുമാതിരി അജിത്ത് ഇന്നലെ വന്ന RS അരുൺ രാജൊക്കെ ഇന്ന് സ്ഥാനാർത്ഥിയായി. 2 പേര് സ്ഥാനാർത്ഥി. അതിന്റെ കാര്യം ഞാൻ പറയാം. അതിനെപ്പറ്റി വിസ്തരിച്ച് പറയാം, സമയം തരുവാണെങ്കിൽ. പിന്നെ അജിത്ത് പറഞ്ഞ സ്ഥാനാർത്ഥി വൈക്കത്ത് അജിത്ത് പറഞ്ഞ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷം 25 വർഷമായിട്ട് അവര് അച്ഛനും മകനും അവിടെ MLA ആയിട്ട് ജയിച്ച് പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ്. CC മുകുന്ദൻ നാട്ടികയില്, S രാജേന്ദ്രൻ ഇടുക്കിയില്, ഇവരൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണോ? ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ വരൂ, ഞങ്ങൾക്ക് ഇവിടെ മത്സരിക്കുന്ന ആളില്ല പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാണോ? താങ്കൾ പറഞ്ഞതിന്റെ ഒരു അതിശയോക്തി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. താങ്കളുടെ BJP കൊണ്ടുവന്നു എന്നൊരു ഞാൻ പറഞ്ഞോട്ടെ. ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പാർട്ടി മാറുന്നതിൽ മഹാഭൂരിപക്ഷം പേരും സ്വമേധയാ ചെന്ന് എനിക്കൊരു മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞു പോയി എതിരാളികളെ സമീപിച്ച് പോയി പാർട്ടി മാറുന്നവരല്ല. എതിർ പാർട്ടിയിലുള്ള ആളുകളെ മറ്റു പാർട്ടിക്കാർ വല വീശി പിടിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നേരത്തെ MLA-മാരൊക്കെ ആണെങ്കിൽ കുതിര കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായി തന്നെയാണ് ഏത് പാർട്ടിയിൽ നിന്ന് എങ്ങോട്ടായാലും മാറുന്നത്. അതിപ്പോൾ BJP-യിലേക്ക് മാറുന്നതായാലും ഇപ്പോൾ BJP കേരളത്തിൽ നിന്ന് അങ്ങനെ മാറാൻ ആകെ സീറ്റ് മോഹിക്കുന്നവരുടെ അത്ര എല്ലാവർക്കും കൊടുക്കാനുള്ള സീറ്റ് കേരളത്തിലുള്ളതുകൊണ്ട് BJP-ക്ക് ആ തടസ്സം കാര്യമായി വരുന്നില്ല. CPM-നും കോൺഗ്രസിനും അങ്ങനെയല്ല. അവർക്ക് സീറ്റ് മോഹിക്കുന്നവർക്കെല്ലാം സീറ്റ് കൊടുക്കാനുള്ള സീറ്റ് അവരുടെ പക്കലില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ ഉണ്ടാവുന്നു. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഏത് പാർട്ടി മാറിയാലും സ്വമേധയാ ആശയം കണ്ട് കൊള്ളാം എന്ന് തോന്നി മാറുന്ന അത്യപൂർവ്വം ആളുകൾ കാണും. ബാക്കി ആരും ആശയം കണ്ട് മാറുന്നവരൊന്നും അല്ല. അതെല്ലാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയും അധികാര നേട്ടത്തിന് വേണ്ടിയും മാറുന്നവരാണ് ഭൂരിപക്ഷം പേരും. അതിന് യാതൊരു സംശയവുമില്ല. താങ്കൾ ആരുടെ വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയോ? അല്ല, ഈ ആശയം കണ്ടിട്ടല്ല എന്നുള്ളത് കിരൺ ബാബുവിന് ഉറപ്പ് പറയാൻ കഴിയോ?
എന്നാൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, BJP-കാരനായിട്ടുള്ള എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ആശയത്തിന്റെയും നരേന്ദ്രമോദിജിയുടെയും BJP-യുടെയും ആശയത്തിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളിലേക്ക് BJP-യിലേക്ക് കോൺഗ്രസ് നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും CPI-യിൽ നിന്നും CPM നിന്നും CPM എന്നും പറഞ്ഞ ആൾക്കാർ വന്ന് BJP-യിൽ അംഗത്വം എടുത്തിട്ട് MLA ആയി മത്സരിക്കണതിന് എന്താ കുഴപ്പം? BJP-യുടെ ഒരു കുഴപ്പവുമില്ല ശ്രീ ഗോപകുമാർ, അങ്ങനെ കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ വരുന്നതിൽ മഹാഭൂരിപക്ഷം പേരും ആശയം കണ്ടല്ല വരുന്നത്, അധികാരം കണ്ടാണ് വരുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. പറയാൻ കഴിയും വികസിത കേരളം വികസിത ഭാരതം എന്നും നരേന്ദ്രമോദിയുടെ ആശയം കണ്ടിട്ട് തന്നെയാണെന്ന് ഞങ്ങൾ തർക്കിക്കും. അല്ല, അങ്ങനെ താങ്കൾക്ക് അങ്ങനെ പറയാം, അതിന് യാതൊരു തടസ്സവുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് അങ്ങനെയാണ്. എതിരാളികൾ ഞങ്ങളുടെ ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ആശയം കണ്ടാണ് വരുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് അപ്പടി വിശ്വസിക്കാൻ മാത്രം ഉള്ള മനുഷ്യരല്ലല്ലോ നമ്മളാരും. താങ്കൾ പറയുന്ന നരേഷൻ എന്താ? താങ്കൾ പറയുന്നത് എന്താ? BJP-യുടെ ആശയം കണ്ടിട്ടല്ല, പൈസ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അധികാര മോഹം കൊണ്ടാണെന്ന് താങ്കൾ പറയുന്നു. അതല്ലാന്ന് എനിക്ക് തർക്കിച്ചൂടെ? പറയാം, ഉറപ്പായി പറയാം. BJP എന്ന് പറഞ്ഞാൽ BJP-യുടെ നരേന്ദ്രമോദിജി കൊടുക്കുന്ന വികസിത ഭാരതത്തിന് വികസിത ഭാരതം ആവണമെന്നുണ്ടെങ്കിൽ കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്ര, ഗുജറാത്ത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും വികസിച്ചാൽ മാത്രമേ വികസിത ഭാരതം ഒന്നും ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറപ്പ് കാരണം കൊണ്ടാണ്. ശരി, ഓക്കെ, എന്തായാലും അങ്ങനെ വികസിത ഭാരതമൊക്കെ ഉണ്ടാകട്ടെ. ശരി, താങ്കളുടെ ആഗ്രഹം അങ്ങനെ, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം പറയുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. താങ്കളെ പോലെ തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും അവരവരുടെ പാർട്ടിയിലേക്ക് വരുന്നവരെ ആശയം കണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കാണുന്ന സാധാരണ ജനത്തിന് നല്ല ബോധ്യമുണ്ട്, ഈ മഹാഭൂരിപക്ഷം പേരും പോകുന്നത് ആശയം കണ്ടാണോ അധികാരം കണ്ടാണോ എന്നൊക്കെ, അല്ലെങ്കിൽ അവസരം നോക്കിയാണോ എന്നൊക്കെ ജനത്തിന് ഇതൊക്കെ കണ്ടാൽ ബോധ്യപ്പെടും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന നിമിഷം, അതുവരെ കാലുമാറ്റമില്ല, അവസാന നിമിഷം കാലുമാറി മറുകണ്ഠം ചാടുക, അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ഇതൊക്കെ സ്വന്തം പാർട്ടിയെ തിരുത്താനാണോ അതോ സ്വന്തമായി അധികാരം നേടാനാണോ അതോ എന്താണ് ഇതിന്റെ പിന്നിലെ പ്രചോദനം? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഞാൻ 100% കിരൺ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് അധികാരമോഹികളുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ്. ഇത് കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരാണ്, ഇതിൽ കൂടെ ഞാൻ പറയുകയാണ്, ഇത് കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഇവിടെ സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ BJP-യിലേക്ക് പോവുക. പിന്നെ ഇവിടെ ഗോപകുമാർ പറഞ്ഞല്ലോ, ഗോപകുമാർ പറഞ്ഞവരെല്ലാം ആശയം കണ്ട് വന്നവരാണെന്നാണ്. അത് അദ്ദേഹത്തിന് പറയാം. ഞങ്ങളിവിടെ ബാംഗ്ലൂരില് ആദ്യമായിട്ട് BJP-യുടെ അധികാരത്തിൽ വരുന്നത് ഈ 224 സീറ്റുള്ളതില് 111 സീറ്റുമായിട്ട് കോൺഗ്രസും BJP 103 വന്നു. കോൺഗ്രസിൽ നിന്നുള്ള 6 ജയിച്ച് ജസ്റ്റ് എലക്ട് ചെയ്ത് വന്നവരെ ഉടനെ രാജിവെപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് മൈനോറിറ്റി പാർട്ടിയാകുന്നു, BJP അധികാരത്തിൽ വരുന്നു. അപ്പം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതല്ലെന്ന് പറയാൻ ആരെ കൊണ്ടാ പറ്റുക? ഈ കാശ് കൊടുക്കുന്നത് നമ്മളെ കാണിച്ചിട്ടാണോ? അതോ CBI-യും കോടതി ചീഫ് ജസ്റ്റിസിനെ വിളിച്ചിട്ടല്ല പൈസ ഒന്നും കൊടുക്കുന്നത്? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് BJP ആണെന്നുള്ളത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ കേരളത്തിലെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ആ പാർട്ടി വിട്ട് പുറത്തു വരിക, പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിക്കുക എന്ന്. ഞാനും കേട്ട്, ഞാൻ 70 വയസ്സുള്ള മനുഷ്യനാണ്, ഒരു 40 വർഷം രാഷ്ട്രീയ ജീവിതത്തിലുള്ള ആളാണ്. കർണാടകത്തിൽ ഞാൻ പല പാർട്ടി പോസ്റ്റിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇത് കേട്ടിട്ടില്ലാത്തൊരു, ഞങ്ങളുടെ എല്ലാ പാർട്ടികളിൽ നിന്നും ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് പോകുന്നു, അവിടെ ഇങ്ങോട്ട് വരുന്നു, ജനതാദളിൽ നിന്ന് ഇതൊക്കെ ഉണ്ട്. CPM-ൽ നിന്ന് ആൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയമ്മ പോയി, MV രാഘവൻ പോയി എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസായിട്ട് മാറുകയും അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് പാർട്ടി ശ്രമിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്രയും കാലം ആളുകൾ അതിൽ നിന്ന് മാറാകുന്നത്. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലത്തിൽ പിണറായി വിജയന്റെ ധിക്കാരമായ രാഷ്ട്രീയം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ഒരു ബൈബിൾ വാക്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാനാണ് എല്ലാം. അത് ഇന്ത്യ മുഴുവനായാലും ശരി, ലോകം മുഴുവനായാലും ശരി, ഞാനും എന്റെ കുടുംബവും, എന്റെ മോളും എന്റെ മരുമോനും ചേർന്ന ഈ പ്രസ്ഥാനം ആണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഈ തോമസ് ഐസക്കിനെയും ഈ പ്രധാനപ്പെട്ട ബാലനെയും ഈ സുധാകരനെയും ഒക്കെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ അത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ധൈര്യം വന്ന ചില ആൾക്കാര് പുറത്തേക്ക് വരുന്നു. ഇത് നേരത്തെ അവർക്കാകാമായിരുന്നു. ഇത് ഈ പിണറായി വിജയന്റെ ഒറ്റയാൻ ഭരണം അവസാനിപ്പിക്കേണ്ട സമയമായെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം അങ്ങനെ, കോൺഗ്രസ്സുകാരനെ നിലയ്ക്ക് താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. അനിയൻകുട്ടനാണ് പത്തനംതിട്ട. അനിയൻകുട്ടൻ, ഈ താങ്കളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ കൂട്ടത്തോടെ പോയി മറ്റു പാർട്ടിയിലൊക്കെ, പ്രത്യേകിച്ച് BJP-യിലൊക്കെ പോയി സ്ഥാനാർത്ഥികളായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാറേ നമസ്കാരം. നമസ്കാരം. ചിരി വരുവാണ്. അല്ലെ, ഞങ്ങളുടെ ഈ പാർട്ടി ചിരിച്ചെന്ന് പറയുന്നത് കുഴപ്പമില്ല സാറേ. അതെ, കാരണം ഞാൻ ഉദാഹരണം പറയാം. സാറേ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കർണാടക പിന്നെ മുൻ മുഖ്യമന്ത്രി 4-5 പ്രാവശ്യം മുഖ്യമന്ത്രി SM കൃഷ്ണ
അങ്ങനെ കുറെ പേരെല്ലാം ഇവിടുന്ന് പോയി. അന്നേരം ഇവിടുത്തെ BJP-ക്കാർ പറയുന്നതിന് മുമ്പേ പറഞ്ഞ ഒരു നേതാവുണ്ട്, പിണറായി വിജയൻ. കോൺഗ്രസിനെയും കർണാടകയിൽ അവിടെ ഇല്ല, തീർന്നു. അതിന്റെ കുറെ RS-കാരും BJP-ക്കാരും എല്ലാം പറഞ്ഞു. കഴിഞ്ഞ പ്രായം 3-2 പൂർവ്വമായിട്ട് പിടിച്ച് വന്നില്ലേ? ഇതിനകത്ത് ഞാൻ പറഞ്ഞത് സാറേ, ഇതിനകത്ത് കുറെ എണ്ണം പോകണം. ഇപ്പം BJP-ക്കാർ കാശും കൊണ്ട് നടക്കും. ഇപ്പം 12 സീറ്റം കൊണ്ട് ഒടിച്ചിട്ട് ഇതായിട്ട് അതിനകത്ത് സ്ഥാനാർത്ഥി പോലും കിട്ടാൻ. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സീറ്റ് കിട്ടാൻ കൊച്ചു പിള്ളേരെ പിടിച്ച് ഈ പിന്നെ തദ്ദേശ സ്വതന്ത്ര നിർത്തുന്നവരാണോ നിയമസഭയിൽ നിർത്തുന്നത്? അതുള്ള കഴിവുള്ളവർ നിർത്തണ്ടേ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ചാക്കിട്ടുകൊണ്ട് നടക്കുക, പണം പാർട്ടി കൊണ്ട് നടക്കുക. പിന്നെ അതിനകത്ത് വേറെ കാര്യം എന്താ? ഈ കോൺഗ്രസിൽ നിന്ന് പോകുന്നതല്ലേ CPM-ൽ നിന്ന് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം സുധാകരനും കുറെ പേരെല്ലാം പോയി. പക്ഷെ ആ പാർട്ടിയിൽ എന്ന് പറയാൻ ഏകാധിപത്യമായി പോയി. ഇപ്പം തന്നെ സാറ് കണ്ടില്ലേ, നമ്മുടെ മുഖ്യമന്ത്രി ഈ ചാനലുകളെല്ലാം വന്ന ഈ പിന്നെ അഭിമുഖം കൊടുക്കുന്നുണ്ട്. 10 വർഷത്തെ ഭരണത്തെ പറ്റി എന്ത് വരെ അദ്ദേഹം മിണ്ടുന്നുണ്ടോ? ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് 2 വർഷമേ ഭരണം കിട്ടിയുള്ളൂ. അതിന് പോയി ഞങ്ങൾ ഒരു അവസരം കൊടുത്തതാണ്. അതിന് ആ പാർട്ടിയെ ഇല്ലാതാക്കി, ആഹ്വാനെയും വളർത്തി, BJP-യും വളർത്തി. BJP-ക്കാർ പറഞ്ഞത് കേട്ടെല്ലാം കൊണ്ട് അവിടെ ഇവിടെയെല്ലാം ഒപ്പിട്ട് കൊടുത്ത് BJP വളർത്തിപ്പം BJP കോൺഗ്രസ് ഇപ്പം കേരളത്തിൽ നേരിട്ട് മത്സരം വരാൻ പോകുന്നത്. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഒരിക്കലും നീ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയാത്ത പോലെ CPM-ൽ നിന്ന് പോകാതിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താരാ? ഈ മുഖ്യമന്ത്രിയും കണ്ണൂർ രോഗിയാണ് ഇതിനകത്ത്. പിന്നെ സാറേ, നിങ്ങൾ അവിടെ ഇന്ന് കാണുന്നില്ല, നിങ്ങൾ ഇറങ്ങി സംസാരിക്കണം. നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ആടി ഉറച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട് ഇതിനകത്ത്. അവരെയൊക്കെ പാർട്ടിയിലും കേട്ട് നമ്മൾ വിഷമിച്ചു പോകും. അത്രയും പോലും ഇല്ലാത്തവരെ ആ സുധാകരനെയും മറ്റുള്ളവരെയൊക്കെ ഇല്ലാതാക്കി. ആ ശശീന്ദ്രനെ ആരാ കുറ്റവാക്കി? വ്യക്തമാണ് ശ്രീ അനിയൻകുട്ടൻ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഒരു ആശയത്തിൽ വിശ്വസിച്ച് ആ പാർട്ടിയുടെ ആശയമാണ് ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഒരു നാൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ പാർട്ടി വിട്ടുപോകുന്നതൊക്കെ ചിലപ്പോൾ എതിർപ്പുകൊണ്ട് വിട്ടുപോകാം, അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെ അത്തരം നിലപാട് സ്വീകരിക്കാം. പക്ഷേ മറുകണ്ഠം ചാടി അവിടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അർത്ഥമാക്കേണ്ടത്? സാറേ നമസ്കാരം. നമസ്കാരം സാറേ ചോദിച്ചതിന്റെ മറുപടി വെച്ചാല് അധികാരം ഇല്ലാതെ അല്ലെങ്കിൽ അധികാരം ഇല്ലാതെ വരുന്ന അധികാരം കിട്ടുകയില്ല എന്ന് പറയുന്നവരാണ് ഈ സ്ഥാനം വിട്ടു പോകുന്നത്. സാധാരണ പ്രവർത്തകരാരും ഇതിനകത്തുനിന്ന് പോകത്തില്ല. അതാണ്, ഞാനൊരു പ്രവർത്തകനാണ്, ഞാൻ പോവില്ല അധികാരം ഇല്ലാതിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഇങ്ങനെയുള്ള ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ അവിടെ നിന്ന് ഒറ്റ ഒരുത്തനെ ജയിപ്പിച്ചു വിടണമെന്നുള്ള ഭാഗത്താണ് എന്റെ ഒരു ഭാഗം. അതാ, ആ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ അങ്ങനെ പോകുന്നത്. ഇത് അധികാരമോഹം മാത്രം കൊണ്ട് അല്ല, നല്ല ആശയം കൊണ്ട് പോകുന്നവരല്ല. പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ ഇപ്പം ഈ ഇതിനു മുമ്പ് ഒരാൾ സംസാരിച്ചിട്ട് BJP എന്ന് പറയുന്നത് എനിക്കറിയാവുന്നതുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും സ്ഥാനാർത്ഥികളെ വിലയ്ക്ക് മേടിച്ചിട്ട് നടന്ന പാർട്ടിയാണ് BJP പാർട്ടി. BJP കാശ് കൊടുത്ത ആളെ മേടിച്ച് ഇപ്പൊ അവര് ആ കാശ് കൊടുത്ത് തന്നെ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അവര് പറയാണ് ഞങ്ങൾക്ക് ഒരു ആള് പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. അത്ര തെളിവുകൾ വേണേ കൊടുക്കാം. ഒരു പഞ്ചായത്തിൽ മൈക്കിളിന്റെ കൊടുക്കാൻ കഴിയില്ലെന്നറിയാം. അല്ല സാറേ, എനിക്കറിയാം ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണെങ്കിൽ മൈക്കിൾ ആ സാധനം നേരെ തെളിവായി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലല്ല സാറേ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ തെളിവ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകും. ഇല്ലല്ല, ആ പാർട്ടി ആളുകൾ ഇപ്പൊ ഈ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞു കേട്ടപ്പോ പുള്ളിക്ക് എല്ലാം അറിയാവുന്ന പോലെ പറഞ്ഞു. പുള്ളിയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. പഞ്ചായത്ത് ഇലക്ഷന് പോലും 1 മാസത്തെ ചെലവിനും ഇത്രയും രൂപയ്ക്കും വേണ്ടിയിട്ട് പോലും ആളുകളെ നിർത്തിയ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുറ്റപ്പെടുന്നില്ല, പുള്ളി പറഞ്ഞിട്ട് പുള്ളി അറിയാതെ പറഞ്ഞു. പിന്നെ മറ്റൊരു കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ വെച്ചാൽ ഈ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസ്സുകാരെ കാണുമ്പം സഹതാപം തോന്നുകയാണ്. അവർക്കാണ് ഈ CPM-ന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ആരെങ്കിലും എങ്ങോട്ട് വേറെ മറ്റു പ്രസ്ഥാനത്ത് പോയി എന്ന് പറയുമ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ ആലോചിക്കണം. അവരെ കളിയാക്കുമ്പോൾ ഇതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പോകുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആളുകളാണ് CPM-കാരും. പരസ്പരം ഈ രണ്ട് പാർട്ടികളും പറയും ഞങ്ങൾക്ക് നിങ്ങൾ നിൽക്കണം ആഗ്രഹമൊക്കെയാണെന്ന് പറയും. പക്ഷേ ആത്യന്തികമായി ഈ രണ്ട് പാർട്ടികൾ തമ്മിലാണ് എതിരാളികൾ എന്നുള്ളതുകൊണ്ട് CPM-കാരിലും കോൺഗ്രസ്സുകാരിലും പോയാൽ CPM-കാരും കളിയാക്കുന്നതിന് യാതൊരുവിധ മര്യാദയും മടിയും കാണിച്ചിട്ടില്ല.
ഇല്ല, ഞാൻ ഒരു പ്രസ്ഥാനത്തല്ല പറയുന്നത്, ഒരു പ്രസ്ഥാനത്തല്ല. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട്. എന്നാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈയിടെയായിട്ട് ഒരു കുറെ കാലമായിട്ട് ഈ CPM എന്താന്ന് വെച്ചാൽ പിണറായി വിജയൻ, ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാരാണ്. പിണറായി വിജയനെ അവരുടെ കുടുംബത്തെയുമാണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കേസ്. എന്നാൽ പോലും നമ്മളിപ്പോ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇതെല്ലാം കാണുമ്പോഴേ വളരെ മോശമല്ലേ, വളരെ മോശമായിട്ട് ശരിയല്ല. അത്തരമുള്ള വ്യക്തിപരമായ വളരെ രാഷ്ട്രീയമായ ഒരാളെ എതിർക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഞാനൊരു കുടുംബത്തിലെ ആളുകളുടെ പേര് പറഞ്ഞ് നേരിടുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചെയ്താലും ഇപ്പം ഈ ഒരു 3-4 വർഷമായിട്ട് ഒരു എടുത്ത് നോക്കിയോ, ചർച്ചയിലോ അല്ലെങ്കിൽ പറയുന്നതോ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. പിണറായി വിജയന്റെ കുടുംബം അത് മോശമല്ലേ? താങ്കളുടെ അഭിപ്രായം ശ്രീ ബാലനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാർട്ടി മാറുന്നത് ഒരു ആശയപരമായ ചില വ്യത്യാസങ്ങൾ തോന്നുന്നത് കൊണ്ട് മാറി എതിർപ്പാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയാവുന്നതാണോ ഈ ആളുകളൊക്കെ? നമസ്കാരം. നമസ്കാരം. അതിപ്പോ ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞില്ലേ, ഇത് ആശയ രാഷ്ട്രീയം അല്ലല്ലോ, ഇത് ആമാശയ രാഷ്ട്രീയല്ലേ. ഇതിലങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമൊന്നും ഇല്ലെന്നേ. കാരണം ഈ മാറുന്നതെന്ന് പറഞ്ഞപ്പോ അതിൽ വലിയൊരു പുതുമൊന്നുമില്ല. എല്ലാ പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. ഈ മാറുന്ന എന്താ കാരണത്തിന് ഇപ്പൊ ഒരു MLA ആയ ഒരാൾ, ഒരു MP ആയ ആൾ ഒരിക്കലും അവിടെ നിന്ന് പോരുന്നില്ല, അള്ളി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രശ്നം. പിന്നെ ഈ പാർട്ടിക്ക്, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരിയവരും വിറക് ഒറ്റവരും പോസ്റ്റ് ഒട്ടിച്ചവരും അവരെ ഗവനിച്ചിട്ട് ഈ പുത്തമ്മണക്കാരന് അല്ലെങ്കിൽ പേയ്മെന്റ് സീറ്റുകൾ കൊടുക്കുമ്പോൾ അവർ മാറുന്നുണ്ട്. ഇത് നിലവിൽ ഒരു സീറ്റിൽ ജയിച്ചു പോകുന്ന ഒരാള് അവരെ മാറ്റുമ്പോൾ വേറെ പാർട്ടി എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇടത്തോ വലതോ നടുവോ ഏതായിക്കോട്ടെ. BJP എന്ന് പറഞ്ഞാൽ 2-3 ടൈം ഭരിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്നവരല്ലേ. അവരിൽ പണ്ടുണ്ടല്ലോ. ഇപ്പൊ കോൺഗ്രസിന്റെ കുട്ടി ഒന്നിനും മാറ്റി പറഞ്ഞില്ല. ഇപ്പൊ കോൺഗ്രസ് തന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ നൂൽപ്പാലത്തിലാന്ന് തോന്നുന്നത് അല്ലേ? ആ സെൽവരാജന മറ്റേ നെയ്യാറ്റിക്കരെ കൊണ്ടുവന്ന് മാറ്റിയെടുത്ത് എന്താ കാശ് കൊടുത്തിട്ടുണ്ടല്ലായിരുന്നോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് എന്റെ വടക്കാഞ്ചേരി എടുത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ഒരു ലീഗ് സോണ്ടന്റ് 50 ലക്ഷം ഉറുപ്പ് കൊടുക്കാനാണ് അയാൾ മാറ്റിയെടുത്തത്. അയാൾ വാർത്താസമ്മേളനം പറഞ്ഞു 50 ലക്ഷം കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു എനിക്ക് 50 ലക്ഷം കിട്ടിയാൽ എന്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ അങ്ങനെ ഇന്ന പാർട്ടിയൊന്നും ഇല്ല. ഇവർ ജനങ്ങൾ ശരിക്കും കാലുമാറി വരുന്നവരെ ജനങ്ങൾ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കണം എന്നാണ് വ്യക്തി നല്ലൊരു രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. കാലുമാറി വരുന്നവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുക എന്നാണ് ശ്രീ ബാലൻ പറയുന്നത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ശരത്താണ് പുതുശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശരത്തിനെന്ത് തോന്നുന്നു? ഈ രാഷ്ട്രീയമായി അങ്ങനെ അവസാന നിമിഷം മാറുകയും എതിർചേരിയുടെ സ്ഥാനാർത്ഥിയാവുകയും ഒന്നും ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്? എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും തെറ്റാണ്. ഇന്ന് രാഷ്ട്രീയമായി ധാർമ്മികത ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ യുവതലമുറ അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗിക്കുകയും അതൊരു ഉപജീവന മാർഗം പോലെ കാണുകയും അതൊരു പവർ പൊളിറ്റിക്സിന്റെ ഇതായിട്ട് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെ മാറി ആശയങ്ങൾക്കും ധാർമ്മികതകൾക്കും വില കൊടുക്കാതെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനമാനങ്ങൾക്ക് മാത്രം വേണ്ടി പാർട്ടി മാറുകയും മുന്നണി മാറുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥം കിട്ടിയില്ലെങ്കിൽ നേരെ എതിർ ചേരിയിലേക്ക് പോകുക, ആ ചേരിയിലെ കണ്ട് അവരുടെ സ്ഥാനാർത്ഥിയായി അവതരിക്കുക. യാതൊരുവിധ നാണവുമില്ലാതെ താൻ അതുവരെ ഉയർത്തിപ്പിടിച്ച കൊടി മടക്കി വെച്ച് എതിർ പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിച്ച് അവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക. ഇങ്ങനെ എത്രയെങ്കിലും നേതാക്കൾ കേരളത്തിൽ ഇപ്പോൾ കൂടി വരികയാണ്. എല്ലാ മുന്നണിയിലും ഉണ്ട് എന്നുകൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് മാറ്റം എന്ന് പറയുന്നത് ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. സാധാരണ മനസ്സിലാവും ഇന്നതുകൊണ്ടാണ് എന്ന്. ഇപ്പോ അതൊന്നുമില്ലാതെ ഒരു സീറ്റ് കിട്ടിയാൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങൾ ഇല്ലാതാകും എന്നതിന്റെ പേരിലൊക്കെ മാറുക എന്ന് പറയുന്നത് നികൃഷ്ടം പിടിച്ച രാഷ്ട്രീയ ലൈനാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഒരു നേതാവിന്റെ അടുത്ത് ഈ കുറച്ചു മുമ്പ് രാഷ്ട്രീയ നിലപാട് മാറിയപ്പോഴത്തേക്ക് അതിന് എന്റെ തന്ത മറ്റൊരാളായിട്ട് മാറണം എന്ന പ്രയോഗിച്ച് അയാള് തിരിച്ച് ആ പറഞ്ഞ UDF-ലേക്ക് തന്നെ ചേക്കേറി. അപ്പൊ ഇതെല്ലാം പൊതുജന മധ്യത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബം എന്ത് ധാർഷ്ട്യമാണ് അദ്ദേഹം കാണിക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. എന്ത് ധാർഷ്ട്യമാണ് നമ്മുടെ ചർച്ച ഈ വിഷയത്തിൽ അല്ല അതല്ല എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോ പറഞ്ഞു പോവുകയാണ്. അല്ല ഞാൻ
അല്ല അത് ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമ എന്താ ശ്രീ അയാൾ ഷാജി അവിടെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഷാജിക്ക് വേണമെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ നിലയ്ക്ക് ഷാജിയോട് ഷാജിക്ക് പറയാവുന്ന ഒരു ചോദ്യം, ഈ ഏറ്റവും കൂടുതൽ ആളുകൾ CPM-ൽ നിന്ന് മാറിയ ഒരു കാലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പൊന്നും CPM-ൽ ഇങ്ങനെ കൂട്ടത്തോടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മറുചേരിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. എവിടെയോ ചില കുഴപ്പങ്ങൾ അവിടെയും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തോന്നുന്നതെന്ന് പറയുന്നത് G. സുധാകരൻ മാറിയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക്, ഞാനൊരു CPM-ന്റെ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ബോധ്യപ്പെട്ടില്ല എന്ത് കാരണത്തിലാണ് അയാൾ മാറിയതെന്ന്. അദ്ദേഹം പിന്നെ ഓർമ്മയായ കാലം മുതൽ, എന്റെയൊക്കെ ഓർമ്മയായ കാലം മുതൽ കിരീടം വെക്കാത്തയും രാജാവാണ്. ഈ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടായാലും പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടായാലും അല്ലെങ്കിൽ ജില്ലാ കൗൺസില് അല്ലെങ്കിൽ പിന്നെ MLA ആയിട്ടായാലും മന്ത്രിമാരായിട്ടുള്ള എന്തോ ഒരു ധിക്കാരപരമായിട്ടുള്ള പ്രവർത്തനം പിന്നെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ആ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സഖാവിനെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയാൻ കാണിച്ച ഓമനക്കുട്ടനുമായിട്ടുള്ള വിഷയമൊക്കെ ഉള്ളപ്പോഴും G. സുധാകരൻ പ്രധാനപ്പെട്ട നേതാവാണ്. എന്നിട്ട് ഇദ്ദേഹത്തെ നമ്മൾ പേറി, ഇദ്ദേഹം പേരിയത്. ഒരാൾ തെറ്റ് കാണിച്ചെങ്കിൽ അന്നേരം തന്നെ തെറ്റ് കാണിച്ച ആളെ മാറ്റി നിർത്തുകയോ വേണ്ടേ? അയാൾ പാർട്ടിക്ക് പുറത്തു പോകുമ്പോൾ ഒന്നും അറിഞ്ഞൂടാത്തോണ്ട് സംസാരിക്കരുത് അല്ലേ. അന്നൊക്കെ വിമർശിക്കേണ്ടടുത്തൊക്കെ നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പിന്നെ സുധാകരന് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണ പ്രവർത്തകന്മാർ പോലും എത്രത്തോളം മറ്റ് രാഷ്ട്രീയ നിലപാടുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അയാൾ കാണിക്കുന്ന ശുദ്ധ വിവരക്കേട്, ശുദ്ധ തെമ്മാടിത്തൊന്ന് ഞാൻ പറയും. മറ്റുള്ള വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഐഷ പോറ്റിയും അല്ല, ഞാൻ എല്ലാ മാധ്യമങ്ങളും കണ്ട കാര്യം, ഐഷ പോറ്റിയുടെ വ്യത്യസ്തമൊന്നുമല്ല ഇതിൽ നിന്ന്. അവർക്ക് ഇതിൽ കൂടുതൽ സുഖം എന്തുവാ കിട്ടാനുള്ളത്? അവരെന്തോ ഇവിടെ ത്യാഗം സഹിച്ചത് ബാക്കിയുള്ള നേതാക്കളാണൊക്കെ. ബാക്കി വനിതാ നേതാക്കൾ പിന്നെ ഉണ്ടല്ലോ. ഐഷ പോറ്റിയുടെ കാര്യമൊക്കെ മാറ്റി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാ. പിന്നെ കുഞ്ഞികൃഷ്ണന്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വിവിധ ചാനലുകളിലൂടെ ഉള്ള ചർച്ചയിലൂടെ മനസ്സിലാക്കിയെന്ന് പറയുന്നത്, അവിടെ ധനരാജ് എന്ന് പറയുന്ന ഒരു സഖാവ് കൊല്ലപ്പെട്ടപ്പോൾ അതിന്റെ കൗണ്ടറായിട്ട് പിന്നെ മറ്റൊരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട്. ആ കൊലപാതകത്തിന് CPM-കാർ പ്രതിയായിട്ടുണ്ട്. ആ പ്രതികളെ ആ കേസ് നടത്തുന്നത് പാർട്ടിയാണ്. അതിന് സമ്പത്ത് വേണം. ഒരുപക്ഷെ ഈ സമ്പത്ത് ഇരിക്കുന്നതിന്റെ ഒരു ഭാഗം അതിനകത്ത് മാറ്റിയിട്ടുണ്ടാവാം. അപ്പൊ അതൊന്നും പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ എല്ലാം ഒന്നും പുറത്തു പറയാൻ പറ്റിയെന്ന് വരത്തില്ല. തൽക്കാലം സമയമില്ല. ശരി ഷാജി. ശ്രീ ഷാലിയാണ്, ഷാലി അബൂബക്കർ, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാലി അബൂബക്കർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നേതാക്കന്മാരുടെ ഈ കൂടുമാറ്റം, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ഈ കാലുമാറ്റം, അത് എന്തിന്റെ പേരിലാണ് അവർ ഇത് ചെയ്യുന്നത്? അധികാരത്തോടുള്ള ഒരു ആർത്തിയാണോ പ്രശ്നം? അധികാരത്തിലുള്ള ആർത്തി ആയിരിക്കും, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു വിഷയമല്ല. ഒരു പോളിസി പ്രകാരം ആരെങ്കിലും മാറിയിട്ടുണ്ടോ? എന്ന പോളിസി പ്രകാരമാണ് എനിക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇതിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഇത്രയും കാലത്തെ വിശ്വാസത്തിന് മുകളിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്ന് ആരെങ്കിലും ആയതൊക്കെ തോന്നുന്നില്ല. ഇനി അടുത്തൊരു പോയിന്റ് എന്താ പറയുക, കോൺഗ്രസ് ഭയങ്കര സൂത്രശാലികളാണ്. അതിനെന്താ കാരണം എന്ന് വെച്ചാല്, ഈ മാറിയ ആളുകള് മത്സരിക്കുന്ന മണ്ഡലങ്ങളൊന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമാവും. കാരണം മലമ്പുഴ എടുത്തു പറയാം. മലമ്പുഴയില് 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ്. അവിടെ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ പിന്നെ അവിടെ ഒരാൾ വേണം. ഒറ്റപ്പാലത്ത് 25,000 മുതൽ 18,000 മുതൽ 25,000 വരെ വീഴുന്നൊരു സീറ്റാണ്. അവിടെയും വെറുതെ പേരിന് മത്സരിക്കുന്ന കോൺഗ്രസേ ഉള്ളൂ. ഇനി ആയിഷ പോറ്റിയുടെ മണ്ഡലം എടുക്കുക, അവിടെയും ഇതന്നെ സ്ഥിതി. ഇനി തളിപ്പറമ്പ് എടുക്കാം, അതും ഇതന്നെ അവസ്ഥ. അമ്പലപ്പുഴയും അതന്നെ അവസ്ഥ. അപ്പൊ കോൺഗ്രസ് ഇത്ര ആളുകൾ മാറി വരുമ്പോ ഏതെങ്കിലും ഒരു സീറ്റ്, ഇപ്പൊ സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലയിലാണ്, ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ടൗൺ മണ്ഡലത്തില് സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാതെ കാസർഗോഡ് കൊണ്ടുപോയി മത്സരിപ്പിച്ചത്, അവിടെ അത്രയും പൊളിറ്റിക്കൽ വോട്ടുള്ള കോൺഗ്രസിന് 18,000 വോട്ടിന്റെ പൊളിറ്റിക്കൽ വോട്ട് കിട്ടി ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിപ്പിക്കുന്നത് എറണാകുളത്ത് നിന്ന് വിടുന്ന മറ്റേ താരത്തിനെയാണ്, പിഷാരടിയെ. എന്താണ് അതിന്റെ ആവശ്യം? ശ്രീ ഷാലി അബൂബക്കർ, അങ്ങനെയൊക്കെ നോക്കിയാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും സമാനമായ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം നേരിടുന്നുണ്ട്. അതുവിട് അല്ല, ഞാൻ ആ വിഷയമല്ല പറയുന്നത്. കാരണം ആ വിഷയമാണെങ്കിൽ എല്ലാവർക്കും പല സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ആരോപണങ്ങളുണ്ട്. ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സംബന്ധിച്ച് എതിർ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ മാറ്റുന്ന സംബന്ധിച്ചൊക്കെ പല പ്രധാനപ്പെട്ട നേതാക്കളും സ്വന്തം മണ്ഡലം സേഫ് ആക്കാൻ വേണ്ടി പലതും ചെയ്തതായിട്ടുള്ള ആരോപണങ്ങൾ എല്ലാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്രയും ആളുകൾ
മറ്റേ CPM എന്ന് വന്നിട്ട് ഒരു വിജയിക്കുന്ന സീറ്റില്, കോൺഗ്രസ് സ്ഥിരമായി വിജയിക്കുന്ന ഒരു സീറ്റില്, അല്ലെങ്കിൽ ഒരു 2000 അതെന്തിനാണ്? കഴിഞ്ഞ തവണ പാലക്കാട് CPM-ന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? തലേന്ന് വരെ CPM-നെതിരെ അതിരൂക്ഷമായി സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും ആക്രമിച്ചുകൊണ്ടിരുന്ന ആൾ ഒറ്റ രാത്രി കൊണ്ട് അവിടെ സീറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ആശയത്തിന്റെ പേരിലാണ് പി സരിൻ LDF ആയത്? ഒരാശയത്തിന്റെ പേരില്ല. സീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ പി സരിൻ കോൺഗ്രസിന്റെ നേതാവായി തുടർന്നേനെ. ഇപ്പോഴും പിണറായി വിജയൻ മുതൽ എല്ലാ നേതാക്കളെ ആക്രമിച്ചേരെ. CPM ഒരു സാധ്യതയില്ലാത്ത സീറ്റാണത്. അവിടെ മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇതേ തന്ത്രം തന്നെ കോൺഗ്രസിന് ഉപയോഗിച്ചുകൂടെ? ഇത് ഞാൻ പറയണെന്ന് വെച്ചാലോ, ഇതേ താല്പര്യമില്ലെങ്കിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ ആളെ കിട്ടാതിരിക്കുമ്പോഴാണ് ഈ ചാക്കടലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ ആരെയും ഒരു താല്പര്യം ആരോടും ഇല്ല. ഇപ്പൊ വരുന്നവരോടും താല്പര്യമില്ല, വന്ന ആൾക്കാരോടും താല്പര്യമില്ല. എല്ലാ പാർട്ടികളും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതെ, പല പാർട്ടികളും അത് ആശയത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ മാറി വരുന്ന ഒരാൾക്ക് ഇപ്പൊ സരിൻ പെട്ടെന്ന് ഒരു ദിവസം CPM ആയി CPM ആവാൻ സാധിക്കില്ല. അവരെ കുറെ സ്ക്രൂട്ടണി ചെയ്യണം. അവരെങ്ങനെയാണ് ഇതിന്റെ നിലപാട്? നാളെ ജയിച്ചു കഴിഞ്ഞാൽ അവർ മാറുമോ? ഉള്ള പാർട്ടിക്കാരനെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ഇതേ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ സന്ദീപ് വാര്യർ മാറാൻ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു CPM-ന്റെ നേതാവ് സന്ദീപ് വാര്യരെ കുറിച്ച് അന്ന് പറഞ്ഞതൊക്കെ ഇപ്പോഴും പൊതു മധ്യത്തിലുണ്ട്. അത് ശരിയാ, സത്യമാണ്. സന്ദീപ് വാര്യരെ പോലെ അവസരവാദം എല്ലാവരും കാണിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. അവസരവാദം കാണിക്കാതിരുന്നാൽ മാത്രമേ ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയൂ. ഇന്നിപ്പോ തങ്ങളുടെ ഒരു പ്രസ്താവനയുണ്ട്, സന്ദീപ് വാര്യരെ നമ്മൾ ജയിപ്പിക്കണം. കാരണം നമ്മൾ സന്ദീപ് വാര്യരെ വിജയിപ്പിച്ചാലേ BJP-യിൽ നിന്ന് കൂടുതൽ ആളുകൾ നമ്മളെ മുന്നണിയിലേക്ക് വരൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മുന്നണിയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മലപ്പുറത്ത് കൊണ്ടുപോയി നിർത്തണം, അല്ലെങ്കിൽ പാലക്കാട് കൊണ്ടുപോയി നിർത്തണം. അതൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത്, അവരുടെ മുന്നണിയിൽ എവിടെ നിർത്തണമെന്ന്. അപ്പൊ ഇതിലൊന്നും കഴിവില്ലാതെ ഞാൻ പറഞ്ഞത് ഇതെന്താ അറിയോ, പോയി വരുന്നവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും പൊട്ട സ്ഥലങ്ങളിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ജയിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ അതിലൊരു സത്യമല്ല. ശ്രീ ജെയിനാണ്, ചെറുപുഴയിൽ നിന്നാണ്. ശ്രീ ജെയിൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല ജെയിൻ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരം. ശ്രീ ചന്ദ്രൻ നായർ, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പെട്ടെന്ന് പാർട്ടിയുമായി ഒരു ആശയവ്യത്യാസം വരിക, മറുകണ്ഠം ചാടുക, അവിടെ സ്ഥാനാർത്ഥിയാവുക, എന്തോ പറയുന്നു താങ്കൾ അവരെ കുറിച്ച്? സാർ പറയാം സാർ. ഒരു നിരാശയുണ്ട് സാർ. രണ്ട് സുധാകരന്മാരും ചേർന്ന് ഒരു 4ാം മുന്നണി എന്ന സുധാകര മുന്നണി ഉണ്ടാക്കുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഏതായാലും അതിലൊരു നിരാശയായി സാർ. അധികാരം അതെ, ആർത്തി തന്നെയാണ് സാർ. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ മാറ്റം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ജനാധിപത്യം ആവുള്ളൂ, അല്ലെങ്കിൽ ഏകാധിപത്യം ആവും. അപ്പൊ ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ട് സാർ. കൂടുതൽ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. നമസ്കാരം പറയുന്നു ഷിജു കിരിയത്ത്. ശശിധരൻ പിള്ള പറയുന്നു ബാലകൃഷ്ണൻ LDF വീണ്ടും വരുമെന്ന് പറയുന്നു. മഞ്ചേരി മുഹമ്മദ് ബാലകൃഷ്ണനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സഖ്യമാണെന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത്. ജയകുമാർ പറയുന്നു പിണറായി അധികാരത്തിൽ വരുമെന്ന് നാഴികയ്ക്ക് 40 തവണ പറയുന്ന ബാലകൃഷ്ണൻ BJP-യെ പറ്റി എങ്ങനെ പറയും എന്ന് ചോദിക്കുന്നു. പിന്നെ പ്രബുദ്ധ കേരളം അവസരവാദ കേരളം എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ അവസരവാദത്തിന് വിലക്കില്ല എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ബാലകൃഷ്ണൻ വടകരയുടെ നാവെന്നായിരിക്കും ഉദ്ദേശം. പൊന്നാവട്ടെ, LDF തന്നെ തുടരുമെന്ന് എല്ലാ വിഭാഗം ആളുകളും അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. അതുതന്നെ സംഭവിക്കുമെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഒരു CPM-ന്റെ ആളാണ് പറയുന്നത്. BJP-ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന, പലപ്പോഴും ആ നിറത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായത്തെ. അടുത്ത ഇലക്ഷന് ബാലകൃഷ്ണന് സീറ്റ് കൊടുക്കാമോ കൃഷ്ണൻകുട്ടി എന്ന് ശശിധരൻ പിള്ള തിരിച്ച് കൃഷ്ണൻകുട്ടിയോട് ചോദിക്കുന്നു. എന്തായാലും കിരൺ ഈസ് കളിക്കളം ട്രെയിലർ വാസ് ഷൂട്ട് ഇൻ യുവർ ഫ്രണ്ട്സ് ടർഫ് ദി ടൈലർ ലുക്സ് വെരി സ്റ്റൈലിഷ് എന്ന് ഷയ്യു കിരിയത്ത് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ടർഫൊന്നും അല്ല, അത് ഇവിടെ അടുത്തുള്ളൊരു ടർഫിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. CPI MLA BJP സ്ഥാനാർത്ഥിയായി എന്തുകൊണ്ട് അയാളുടെ MLA സ്ഥാനം കളയുന്നില്ല? നിയമപരമായി അയാൾ ചെയ്തത് ശരിയാണോ? ശശിധരൻ പിള്ളയാണ് ചോദിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നത്. അതിന് പ്രത്യേകിച്ച് ഇനി കാര്യമൊന്നുമില്ല. മുമ്പ് ഉണ്ടായിരുന്നെങ്കിലാണ് അത്തരത്തിലേക്കുള്ള കൂറുമാറ്റമൊക്കെ അതിൽ വരുന്നത്. അയാൾ പുതിയൊരു തെരഞ്ഞെടുപ്പിൽ അയാൾ ഏത് പാർട്ടിയുടെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാകുന്നതിന് അയാൾക്ക് തടസ്സമൊന്നുമില്ല. ഒരാളും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞ് പോവില്ല, വിളിച്ചിട്ട് പോകുന്നതാണ്, പാർട്ടിയുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് രേഷ്മ രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നു. അത് ഒരു പരിധിവരെ ശരിയാണ്. ഇടതുപക്ഷ സർക്കാർ ഭരണം കേരളത്തെ സ്വർഗമാക്കുന്നു എന്നൊക്കെയാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്.
പുറത്തു വന്നവരാരും പിണറായി വിജയനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലെന്നാണ് VC തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. ജയകുമാർ പറയുന്നു ഹൈടെക് സ്കൂളിന്റെ ക്ലാസ് റൂം പാമ്പിന്റെ വഴിയെങ്കിലും അടച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. നന്ദകുമാർ ജി സുധാകരനെ പോലെ ഒരാൾ പാർട്ടി വിട്ടുപോയത് അധികാരമോഹം കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ന്യായീകരിക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവർ ആണെന്നൊക്കെയാണ് നന്ദകുമാർ പറയുന്നത്. അവഗണന കാരണം പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുവെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. പത്മജ വേണുഗോപാലിനെയൊക്കെ കോൺഗ്രസ് പാർട്ടി പരിഗണിച്ചതുപോലെ മറ്റ് സാധാരണ പ്രവർത്തകർക്കൊന്നും പരിഗണന ഒരു കാലത്തും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമേൽ പരിഗണന കിട്ടുകയും അതിൻ്റെയൊക്കെ വലിയ ഭാരം പേറേണ്ടി വന്നിട്ടുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസ്. ഷാജി സതീഷിനെ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അല്ലേ? എന്തെല്ലാം അത് പോട്ടെ. കൂടു മാറി വരുന്ന ഒരാളെ പോലും ഒരു പാർട്ടിയും സ്വീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് രഘുനന്ദനൻ തിരുവില്ലാവാരം പറയുന്നു. സുധാകരനെ പുകച്ചു പുറത്തു ചാടിച്ച് തന്നെ ഷാജി അയാളെ അകറ്റി നിർത്തുകയല്ലായിരുന്നു എന്ന് പറയാം. ഒരാളെ എങ്ങനെ അവമാനിക്കാൻ പറ്റുമോ? അങ്ങനെയെല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും വീണ്ടും കുറേ കമൻറ്റുകൾ കൂടിയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇക്കാര്യത്തിൽ അഭിമാനിക്കാനൊന്നുമില്ല, എല്ലാവരും കണക്കാണെന്ന് ശശിധരൻ പിള്ള പറയുന്നു. മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ സാറേ. പിന്നെ ഇവിടെ ഈ സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ ഇതെല്ലാം പോയ CPM വലിയ സന്തോഷം. ഇവർ അധികാരം പോയി 75-80 പൈസ വരെ. അതൊരു കാര്യം. പിന്നെ മഹി ഒരു മിനിറ്റ്, ഈ കുഞ്ഞികൃഷ്ണൻ അധികാരമോഹിയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അദ്ദേഹത്തിന് പാർട്ടി ഇതിനു മുമ്പ് MLA-യും അങ്ങനെ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ നിയമസഭയിൽ നിൽക്കാൻ പോലെ കുഞ്ഞികൃഷ്ണൻ. അല്ല, അധികാരമോഹി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്രായത്തിനിടയിൽ അങ്ങനെ അദ്ദേഹത്തിന് ജി സുധാകരന്റെ കാര്യത്തിൽ താങ്കൾ വേണമെങ്കിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണൻ കാര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? ശരി, അത് പോട്ടെ. ശരി, പിന്നെ സാറ് പിന്നെ ഒരു കാര്യം. ഇവിടെ തിരുവനന്തപുരത്ത് 14 നിയമസഭയുണ്ട്. ഈ 10 നിയമസഭയിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് അവിടെ ഉള്ളത്. അത് കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത്, അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. ഈ പാർട്ടി മാറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകുന്നെങ്കിൽ പോട്ടെ, 2-ാം സ്ഥാനത്ത് വരുന്ന വരട്ടെ, 1-ാം സ്ഥാനത്ത് വരുന്നേട്ടെ, അതല്ല വിഷയം. ഇതിനെക്കുറിച്ച് പറയും. ഇതിനെക്കുറിച്ച് പോയൊരു പോട്ടെ, അതിന് പ്രശ്നമില്ല. CPM എത്ര പേര് വൈകുന്നുണ്ട്? അതൊന്നും CPM ഒന്നും ഒരു പോറൊരു പോലെ ആക്കില്ല. വീണ്ടും ഇടവശം വരും. പിന്നെ ഇവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് പോയത്. താങ്കൾക്ക് അപ്പൊ BJP 2-ാം സ്ഥാനത്ത് വരുത്തണമെന്നാണോ CPM പ്രവർത്തകനായ താങ്കളുടെ ആഗ്രഹം? അങ്ങനെയാണോ? അല്ല, അങ്ങനെയാണോ താങ്കളുടെ ആഗ്രഹം? അല്ല, അങ്ങനെയാണ്. അല്ല, അതിന്റെ പൊളിറ്റിക്സ് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഒരു CPM-നെ പോലെ പാർട്ടിയുടെ ഔദ്യോഗികമായ ആരും BJP 2-ാം സ്ഥാനത്ത് വരണമെന്ന് എന്തായാലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കോൺഗ്രസ്സുകാർ തന്നെ എതിരാളികളെ വരണമെന്ന് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. ശരി മഹി, പറയുന്നത് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി കൂടുമാറ്റം, ഒരു പാർട്ടിയിൽ നിന്ന് എതിർചേരിയിൽ പോവുക, സ്ഥാനാർത്ഥിയാവുക, അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, എന്തുകൊണ്ടാണ് കേരളത്തിൽ മുമ്പില്ലാത്ത വിധം എല്ലാ പാർട്ടികളിൽ നിന്നും, CPM നിന്നൊക്കെ അങ്ങനെ ആളുകൾ പോകുന്നത് അത്യപൂർവമായിരുന്നു, പക്ഷേ CPM നടക്കം ഇത്തവണ അങ്ങനെ എതിർചേരിയിലേക്ക് ആളുകൾ പോവുകയും സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു? എല്ലാ രാഷ്ട്രീയത്തിലും ആ തരത്തിലേക്കുള്ള വലിയ അപജയം ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യയിൽ മുഴുവൻ കാണുമ്പോൾ ഈ ആയാറാം ഗേറാം വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വളരെ കുറവായിരുന്നുള്ള സത്യമാണ്. മറ്റുള്ള പാർട്ടികൾ ഇഷ്ടം പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു റേറ്റ് വെച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇപ്രാവശ്യം ചിലയിടത്തൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന കർശനമായി പാലിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. അതായത് ഒരു കമ്മിറ്റിക്ക് ഒരാൾ താമസിച്ചു വന്നാല് അയാളോട് പുറത്തു നിൽക്കാൻ പറയും. ആ കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണോ ആ ആള് പറയും, നിങ്ങൾ താമസിച്ചാണ് വന്നത്, സമയത്ത് വന്നിട്ടില്ല, അതുകൊണ്ട് പുറത്ത് നിൽക്കാൻ പറയും. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ആ കമ്മിറ്റി അവസാനിക്കുന്നത് വരെ അയാൾ പുറത്ത് തന്നെ നിൽക്കണം. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം. അതിലൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഭരണഘടന പരിപൂർണമായിട്ടും കർശനമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അപ്പൊ കേഡർമാരെ വളർത്തിയെടുക്കുന്നതിൽ വന്നിട്ടുള്ള ചില പെശകുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിക്കുന്നത്. CPI എന്ന് പോയ ആള് പിന്നെ കോൺഗ്രസില് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു പോയി. അവിടെ കിട്ടാഞ്ഞപ്പോ അടുത്ത് ചാടിയേക്കുന്നു BJP-യിലേക്ക്. ഇത് വലിയൊരു തമാശയായി പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട്. അത് CPM സംഭവിച്ചാലും അത് തന്നെ തമാശയാണ്. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നവര് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കണം. അത് ഏറ്റവും താഴത്തെ കമ്മിറ്റി മുതൽ ഏറ്റവും മുകളിലത്തെ കമ്മിറ്റി വരെ പാലിച്ചിരിക്കണം. പിന്നെ കേഡർമാരെ മനസ്സിലാക്കുന്നതിൽ ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ശശിയുടെ കാര്യമൊക്കെ ശശി ചെയ്തെന്ന് പറയുന്ന തെറ്റ് എന്താണ്, പിന്നെ തീവ്രതയോ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ അതിനെ പറ്റിയിട്ട് എടുത്ത നടപടിയൊക്കെ ശരിയായിരുന്നോ, അത്ര മതിയായിരുന്നോ? അന്നേ ശശിയെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ നാണക്കേട് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല. അതായത് സൂചി കൊണ്ട് എടുക്കാനുള്ള അവസാനം തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും എന്ന് പറയില്ലേ, അങ്ങനെ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ കർശനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഭരണഘടന അനുസരിച്ച് വേണം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പാർട്ടിക്ക് കാലങ്ങളായിട്ടുണ്ടായ മാറ്റം, അത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുന്നത് എന്നതുകൂടിയാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ തരത്തിൽ എല്ലാ പാർട്ടികളിലെയും അണികൾക്ക് ഈ തരത്തിൽ നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ഏത് പാർട്ടിയായാലും ആ പാർട്ടി തിരുത്തിപ്പോകും. അല്ലാതെ നേതാക്കൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് അതിന് ന്യായീകരിക്കാൻ നിന്നാൽ ആ ഏത് പാർട്ടിയായാലും ക്രമേണ ഇത്തരം അവസ്ഥകളിലേക്ക് വീഴുകയും ചെയ്യും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കേരളത്തിൽ അത്യപൂർവമായി നടക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ സാർവത്രികമായ ഒരു സാഹചര്യമാണ് കാണുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തും ലജ്ജാകരമാണ്, അപമാനകരമാണ്. നമുക്കറിയാം, ഇപ്പോ ആശയവും ആദർശവും എന്നല്ല, അത് പ്രസംഗിക്കാനുള്ള ചില വാക്കുകൾ മാത്രമായി അധപ്പതിച്ചു പോയിട്ടുണ്ടോ എന്ന് നാം സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാവില്ല. ആ രീതിയിലാണ് നേതാക്കൾക്കൊക്കെ ഇപ്പോൾ അധികാരവും പദവികളും ഒക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി ഏത് വൃത്തികെട്ട നിലയിൽ തരം താഴാനും അവർ സന്നദ്ധരാകുന്നു എന്നതിന്റെ മകുട ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പറയുന്ന ഇതൊക്കെ അവകാശവാദങ്ങളായിരുന്നു. പാർലമെന്ററി ജനാധിപത്യം, പാർലമെന്ററി വ്യാമോഹം എന്ന് തുടങ്ങിയ ആ കടിച്ചാൽ പൊട്ടാത്ത ആ വാക്കുകൾ ഉച്ചരിച്ച അവർ തന്നെയാണ് ഈ അധപ്പതനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം ആളുകളെ അകറ്റി നിർത്തണം. അത് ഏത് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നാൽ, കോൺഗ്രസിൽ നിന്നാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണെങ്കിലും മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെങ്കിലും അവരെ അകറ്റി നിർത്താനുള്ള തന്റേടവും ആർജവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ ഒറ്റപ്പെടുത്തി കളയണം. എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഈ ഒരു ബുദ്ധി തോന്നാതിരിക്കുകയുള്ളൂ. ഭാവിയിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് ഒരു നേതാക്കളും പോകാതിരിക്കാനും അതേ നിവൃത്തിയുള്ള ആ രീതിയിലേക്ക് വരണം. ഇതെന്താണ്, ഒരു സ്ഥലത്ത് അധികാരം കിട്ടിയില്ല എന്നാണ് മറുകണ്ഠം ചാടുക, അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാധാകൃഷ്ണനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ. ഹലോ. ഓക്കെ, കൊല്ലത്ത് കൊണ്ട് താങ്കൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന RSP ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു. കൊട്ടാരക്കരയിൽ ദീർഘകാലം CPM-ന്റെ നേതാവായിരുന്ന ഐഷ പോറ്റി അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. പല ഭാഗങ്ങളിലും ഇതുപോലെ എല്ലാവർക്കും എടുക്കാൻ ഉദാഹരണങ്ങളുണ്ട്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാറ്റം? അധികാര മോഹമാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഈ ഐഷാപതിക്ക് പോകാൻ കിട്ടാവുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ട് എല്ലാം കിട്ടിയ അവസാനം ലൈറ്റ് വെച്ച വണ്ടി കിട്ടാത്തത് അനുഭവം ഉണ്ടായപ്പോൾ പോയി എങ്കിലും അവിടെ ഇപ്പൊ തോറ്റുതൊപ്പിയുള്ളൂ. അത് വേറെ കാര്യം. രാഷ്ട്രീയ അധികാരമോഹികളാണ്. G. സുധാകരൻ കിട്ടാവുന്ന ആനുകൂല്യം മൊത്തം മേടിച്ചു. ശശി പോയി. ശശിയുടെ കാര്യം എന്തോ, ശശിയുടെ പേര് ഇല്ലാത്ത ആവശ്യമില്ല. ഒരുപാട് കേസും കാര്യങ്ങളും വരുമ്പോൾ പാർട്ടി വിട്ടു പോവുക. പാർട്ടി വിട്ടു പോയിട്ട് ജനങ്ങളെ വിട്ടികളാക്കുകയാണ്. ഇവരൊക്കെ ഓടി ചെല്ലുമ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും വലിയ വിട്ടിത്തരം. ഇങ്ങനെയുള്ള ഈ അവസരമാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. വ്യക്തമാണ്. ശ്രീ വിജയനാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, ഇങ്ങനെയൊക്കെ അവസാന നിമിഷം പാർട്ടി മാറി എതിർചേരിയിൽ
ഒരു നാണക്കേടുമില്ലാതെ അവരുടെ കൊടിയും പിടിച്ച് അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എത്രയെങ്കിലും ആളുകൾ, അവരെ എങ്ങനെയാണ് ജനം കൈകാര്യം ചെയ്യുന്നത്? നമസ്തേ സാറേ. നമസ്തേ. എനിക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഇത്രയും കാലം അതിനകത്ത് സഹിച്ചു നിന്ന അവര് പിന്നെ അല്ലാതെ എന്താ ചെയ്യേണ്ടുന്നത്? അവര് ഈ പാർട്ടിക്കകത്ത് പിന്നെ എന്താണ് ചെയ്യുന്നത്? ഒരാളല്ലല്ലേ, രണ്ടാളല്ലല്ലേ, മൂന്നാളല്ലല്ലേ, എത്ര പേരാ മാറിയത്? അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും വ്യക്തിപരമായ വ്യക്തി സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉള്ളതല്ലേ. പിന്നെ മാറേണ്ട സമയത്ത് മാറേണ്ടി വരും. ഞാൻ 50 കൊല്ലമായിട്ട് ഒരു പാർട്ടി നിൽക്കുന്ന ആളാ ഞാൻ ഈ പറയുന്നെങ്കിലും ഉള്ള കാര്യം നമ്മൾ പറയും. അപ്പോൾ താങ്കൾ കട്ടായം തോന്നുന്നു. ശരി, ഓക്കെ. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കൂടുമാറ്റക്കാരെ കാണുന്നത്? ശരിയായ ധാരണയാണെങ്കിൽ അധികം എടുക്കുമായിരുന്നില്ല. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. തന്നെ തെറ്റിദ്ധാരണയുടെ പേരിലാണ് മാറുന്നത്. ശരി, ശ്രീ സാമുവലാണ്, ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ നേരെ മറുകണ്ഠം ചാടുക, അവരുടെ സ്ഥാനാർത്ഥിയാവുക. എല്ലാ പാർട്ടിയിൽ നിന്നും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ജനസേവനമാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും മുഖമുദ്രയായി തീരേണ്ടത്. ആ ജനസേവനം കുറെ കഴിയുമ്പോൾ മടുത്തിട്ടായിരിക്കും അവർ കൂറുമാറി പോകുന്നത്. കാരണം ഇനി ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ ജനസേവനം ചെയ്യുകയുള്ളൂ എന്നൊരു ചിന്തയായിരിക്കാം അവരെ ഭരിക്കുന്നത്. കാരണം മന്ത്രിമാരായാലും MP ആയാലും MLA ആയാലും അവരായിരിക്കുന്ന പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജനസേവനം ചെയ്യുക, അതിനാണ് ജനം അവരെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ചിന്തയാണ് അവർ ഭരിക്കേണ്ടത്. അതിന് പകരം സ്ഥാനമാനങ്ങൾ മാത്രം മതി എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ ഒരു സംഗതിയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഉഷയാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ ഉഷ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന നിമിഷമുള്ള ഈ മാറ്റം, ഇത് ആശയപരമായി സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉള്ള വിയോജിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരം പാർട്ടിയെ തിരുത്തണം എന്നൊക്കെ ലക്ഷ്യമിട്ട് തന്നെയാണോ മാറുന്നത്? അതോ അങ്ങനെ മാറുന്നവരും ഉണ്ടോ? താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ശ്രീ ഉഷ, TV മ്യൂട്ട് ചെയ്യുമോ? ശരി, താങ്കളുടെ എനിക്ക് തോന്നുന്നു TV-യുടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബ് കമൻറ്റുകൾ, കുറേയേറെ കമൻറ്റുകൾ കൂടി പിന്നീട് വന്നിട്ടുണ്ട്. സുധാകരൻ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉണ്ട്, ഇടതായാലും വലതായാലും ഇന്ത്യ മുന്നണി തന്നെ എന്നാണ് ഗ്ലാഡിയേറ്ററിന് പിന്നെ അങ്ങനെ ഒരു അഭിപ്രായമാണ്. ഇതൊന്നുമല്ല, അദ്ദേഹത്തിനാകെ BJP-ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ഇതിനു എതിരായി നിൽക്കുന്നവരെല്ലാം എന്തോ മോശക്കാരാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും പലപ്പോഴും വരുന്നത്. ഈ ഗ്ലാഡിയേറ്റർ എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം പേര് ഒന്ന് വെളിപ്പെടുത്താനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിക്കണം. അത്രയെങ്കിലുമൊക്കെ ഒരു ധൈര്യം എപ്പോഴും വേണം. അതോടൊപ്പം തന്നെ ശൈശവ വിവാഹം നടക്കുന്നവർക്ക് 3 വർഷം തടവും പിഴയെന്നൊക്കെ വേറെ വിഷയത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് എഴുതാനുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വന്ന് സോണിയാഗാന്ധിയും പ്രിയങ്കാന്ധിയും റോബർട്ട് വദ്രയും രാജൻ കൊല്ലം വന്ന് അനാവശ്യം പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരുന്നോ ഷാജി എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇല്ല, ഇടയ്ക്ക് അദ്ദേഹം അങ്ങനെ പറയുകയും അത് തിരുത്തുകയും ഒക്കെ ചെയ്താണ് ജയകുമാർ. അതുകൊണ്ട് അത് അക്കാര്യത്തിൽ പറയാൻ കഴിയില്ല. സുധാകരനെ പുകച്ചു പുറത്ത് ചാടിച്ച് തന്നെ അയാളെ അകറ്റി നിർത്തി അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്. ശശിധരൻ പിള്ളയാണ്. മറ്റേ ഈ മംഗ്ലീഷിൽ എഴുതുന്ന കമൻറ്റുകൾ ദയവ് ചെയ്ത് അത്തരം കമൻറ്റുകൾ പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നാമത് ഈ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റുകൾ വായിക്കുന്നതിന് തന്നെ ചെറിയ അക്ഷരത്തിൽ വരുന്നത് നമുക്ക് പ്രയാസം. അതിൻ്റെ കൂട്ടത്തിൽ ഈ മംഗ്ലീഷിൽ കൂടി കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാവും വായിക്കാൻ. പരമാവധി കമൻറ്റുകൾ വായിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം പേരും ഏറെക്കുറെ സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. അധികാരത്തിന് വേണ്ടിയുള്ള ഈ കൂറുമാറ്റങ്ങൾ അത് സ്വന്തം പാർട്ടിയെ തിരുത്താനോ അല്ലെങ്കിൽ ആശയപരമായ വ്യത്യാസത്തിൻ്റെ പേരിലൊന്നുമല്ല. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ആശയപരമായ വ്യത്യാസമാണെങ്കിൽ അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കാൻ അവസരമുണ്ട്. എതിർചേരിയിൽ പോയി സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്നതിൽ എന്ത് തിരുത്തലാണുള്ളത് എന്നുള്ള ചോദ്യം തന്നെയാണ് ജനം കാണുകയും ഇത്തരക്കാരെ ഏത് പാർട്ടിയിൽ നിന്ന് വന്നവരായാലും ഏത് മുന്നണിയിൽപ്പെട്ടവരായാലും അവരെ മാറ്റി നിർത്താൻ ജനം തയ്യാറാവണം എന്നൊക്കെ അഭ്യർത്ഥിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഒന്നും അങ്ങനെ നടക്കണമെന്നില്ല. ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ അവരവരുടേതായ കാരണങ്ങളുണ്ടാവാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.